സോഷ്യൽ മീഡിയയിലെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് നെഗറ്റീവ് ഒരിക്കലും നെഗറ്റീവ്. ഇതിനകത്ത് നെഗറ്റീവ് രാഷ്ട്രീയം കാണേണ്ട സിനിമയല്ല. മമ്മൂട്ടി എന്നോ മോഹൻലാൽ എന്നല്ല, ഈ പ്രായത്തിലും അഭിനയിക്കാനുള്ള ഒരു മനസ്സ്, ആക്ഷൻ രംഗങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയ വെറുതെ ഒരു ഇതുണ്ടാക്കുന്നതാണ്. ഒരിക്കലും അല്ല, നല്ല സിനിമയാണ്. ഇതുപോലെ മമ്മൂട്ടിയുടെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആക്ഷൻ പാക്കാണ്. കരിയർ ബെസ്റ്റ് പടമല്ലേ എന്ന് പറഞ്ഞാൽ കരിയർ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ മമ്മൂട്ടിയുടെ ആക്ഷൻ ഇത്രയും കണ്ടിട്ടില്ല. സാധാരണ സഹനടന്മാരായിരിക്കും ആക്ഷൻ കൂടുതൽ ചെയ്യുന്നത്. ഇതിൽ കംപ്ലീറ്റ് മമ്മൂട്ടി പാക്കാണ്. പുള്ളി ഇത്ര ഏജ് ആയിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റഡ് ആയി പോയത്. ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചല്ല ഞാൻ കയറി വന്നത്, പക്ഷേ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി പോയി. സൂപ്പർ വില്ലൻ, സൂപ്പർ നായകനൊത്ത അടിപൊളി വില്ലൻ. പണങ്ങളായിട്ടാ ലാഗൊന്നുമില്ല, പറഞ്ഞ പോലെ ലാഗൊന്നുമില്ല, ലാഗ് തോന്നിട്ടില്ല. പൊളിയായിരുന്നു, ക്ലൈമാക്സ് കിടുവായിരുന്നു. നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. ആക്ഷനും സിനിമാറ്റോഗ്രാഫിയൊക്കെ പൊളിയായിരുന്നു. പിന്നെ വേറെ ബോറായിട്ടൊന്നുമില്ല. മമ്മൂട്ടി അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല, പൊളി. അടിപൊളി സിനിമ ബ്രോ. ഇത്രയും പ്രായത്തിൽ മമ്മൂട്ടി ഇങ്ങനെ അഭിനയിക്കാൻ വരുന്നവരെ അടിപൊളിയാണ്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി സിനിമ, കണ്ടിരിക്കാൻ ത്രില്ലിങ്ങാ. എങ്ങനെയുണ്ട് ഈ പ്രായത്തിൽ? ഈ പ്രായത്തിൽ ഇത്ര കെഡിലായിട്ട് ചെയ്യുന്നുണ്ട് പോകും. എനിക്ക് പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് പടമല്ലേ, ഒരു ആക്ഷൻ പടമല്ലേ? ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ കണ്ടുകാണുമല്ലോ. അപ്പം എന്താണ് അതിനെപ്പറ്റി പറയാനായിട്ട്? ഈ ഒരു അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. പക്ഷേ ഞാൻ കണ്ടപ്പോൾ എനിക്ക് കിഡിലായിട്ട് ഇഷ്ടപ്പെട്ടു, കണ്ടിരിക്കാൻ ത്രില്ലിങ്ങാ. ഒരു രക്ഷയില്ല, കില്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പടത്തിൽ? ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെ. പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സ്ക്രീൻ പ്രസൻസ് ഉള്ള പടം ഇതായിരിക്കും. അമ്മാതിരി ആക്ഷൻ. പുള്ളിക്കാരന്റെ ഏജില് സമ്മതിക്കണം മമ്മൂക്കയെ. ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് പടത്തിന്. അല്ല, ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കുറെ പേരൊക്കെ ഫസ്റ്റ് ഹാഫിലാകാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിനെ ഡിഗ്രേഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല പടത്തില്. പടം ഓവറോൾ എൻഗേജിംഗ് ആണ്, ക്ലിഷേഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ബട്ട് സ്റ്റിൽ മേക്കിംഗ് കൊണ്ട് പടം കിടിലം പടമാണ്. ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടാണ് സാധാരണ സിനിമ കാണാറ്. അതുപോലെ തന്നെ ഞങ്ങൾ സ്ഥിരം കാണുന്ന 2 യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടേതും കണ്ടിട്ടാണ്. പക്ഷെ അപ്പൊ കാണണ്ടെന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ എന്തോ കാണാൻ തോന്നി. പക്ഷെ ഉറപ്പായിട്ടും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. റിവ്യൂസ് നോക്കേണ്ട ആവശ്യമില്ല. അല്ല, ആ നെഗറ്റീവ് ഒരു കാര്യവുമില്ല. ലാഗ് ആണെന്ന് പറഞ്ഞാൽ പ്രധാനം ഒരു ലാഗും ഇല്ല. നല്ല പടമാണ്, തിയേറ്ററിൽ കാണേണ്ട പടമാണ്. സൂപ്പർ അടി മമ്മൂട്ടി സൂപ്പർ കിടിലം പടം. മമ്മൂട്ടി ആക്ഷനൊക്കെ പൊളി.